ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു ഓർക്കിഡാണ്. കുഞ്ഞ് നല്ല വെളുത്ത ഫ്ലവറുള്ള പീജിയൻ ഓർക്കിഡാണ്. ഇത് എല്ലാവരുടെ അവിടെ സ്ഥലങ്ങളിലും ഇപ്പോൾ കാണും. ഈ പ്ലാന്റ് എവിടെ ഉണ്ടെങ്കിലും ഈ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവർ ഇടുന്ന സമയമാണ്. ഇപ്പം നിറയെ ഫ്ലവർ വരും. അതുപോലെ ഭയങ്കര മണമാണ് ഈ പ്ലാന്റ്. എവിടെയെങ്കിലും വിരിഞ്ഞാൽ നമുക്ക് ആ പരിസരത്ത് എവിടെ നിന്നാലും അറിയാൻ പറ്റും. ഇതിൻ്റെ മണം, അതിൻ്റെ സ്മെല്ല് ചെയ്തിട്ട് ഭയങ്കര മണമാണത്. പക്ഷേ ഈ സുന്ദരിക്ക് ആയുസില്ല. ഇന്ന് വിരിഞ്ഞാൽ നാളെ വൈകിട്ടൊക്കെ ആകുമ്പോൾ അത് വാടി പൊഴിഞ്ഞു പോകും. അത്രയും 2 ദിവസത്തെ ഒരു ഇതേ ഉള്ളൂ. എന്നാലും ആ സ്മെല്ല് ഭയങ്കരമായിട്ട് ആരെയും ആകർഷിക്കുന്ന ഒരു മണമാണ് ഇതിന്. ഇതിൻ്റെ കെയറിങ്ങൊക്കെ നമ്മൾ സാധാ ഓർക്കിഡിന് ചെയ്യും പോലെ ആണ് എല്ലാം ചെയ്യേണ്ടത്. പക്ഷേ നമ്മളത് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. മറ്റുള്ള ഓർക്കിഡിനെ അടിക്കാൻ സമയത്ത് ചില സമയത്ത് കൊടുത്താലായി. ഇതുപോലെ ഏതെങ്കിലും ഒരു മരത്തിലോ ഒരു തടിയിലോ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാം. ഇത് മൊത്തം അതിൻ്റെ വേരാണ് ഇതിൻ്റെ കവർ ചെയ്ത് താഴോട്ട് വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുത്തില്ലെങ്കിലും ഈ പ്ലാന്റ് തനിയെ ആയിക്കോളും. നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ് വളരുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവർ നമുക്ക് തരികയും ചെയ്യും. അല്ല, ഇതിന് NPK നമുക്ക് കൊടുത്താൽ ഇതിക്കൂടെയൊക്കെ നല്ല ഇതാവും. NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ സാഫൊന്നും നിർബന്ധമില്ല. വലിയ കീടബാധ അങ്ങനെയൊന്നും ഉള്ള ടൈപ്പല്ല. അതുകൊണ്ട് വല്ലപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. സാഫ് എങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് അടുത്ത പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ ഇത് കണ്ട ഈ ഭാഗത്തുനിന്ന് ഈ തൈകൾ വരണ അടുത്തുനിന്ന് തന്നെ ഈ സ്റ്റെമ്മ് ഫ്ലവർ വരണേൻ്റെ അടുത്തുനിന്ന് തന്നെ റൂട്ട് ഇങ്ങനെ വരും. വേര് കണ്ട ഇങ്ങനെ പൊട്ടി വരും. അത് നമ്മളെടുത്തിട്ട് മാറ്റി നമുക്ക് പുതിയ പ്ലാന്റാക്കി എടുക്കാം. പിന്നെ ഇതിന് ചെറിയ വെയിൽ കിട്ടണ ഭാഗത്തായിരിക്കണം മരത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചൂടും ഒരു വെയിൽ ഒരു ചൂട്, ചെറിയൊരു വെളിച്ചം, ഒരു രാവിലെ ഒരു 11 മണി വരെയൊക്കെ ഉള്ള വെയിൽ ഇത് കുഴപ്പമില്ല. നന്നായിട്ട് തഴച്ച് വളരും. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റെം കണക്ക് നീണ്ടു വന്നിട്ടാണ്. അതിലാണ് നിറയെ ഫ്ലവർ. അതിൻ്റെ ചുട്ടിൽ ലീഫ് പോലും ഇല്ലാത്തതിൽ പോലും ഇങ്ങനെ വന്നിട്ട് നിറയെ ഫ്ലവർ. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഈ പ്ലാന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓരോന്ന് വാങ്ങിച്ച് ഈ പ്ലാന്റ് വയ്ക്കണേ. എത്ര സ്ഥലമില്ലെന്ന് പറയണവർക്ക് എവിടെയെങ്കിലും ഒരു ഹാങ്ങിങ് ചട്ടിയിലായാലും നമുക്ക് പോട്ട് ചെയ്തിടാം. ഹാങ്ങിങ് ചട്ടിയിലിടണേന് ഇത് കൂടെ നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഫ്ലവർ ആവുന്ന സമയത്ത് എത്തിയെടുത്ത് സിറ്റ് ഔട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇടാം. എനിക്കങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അതാണ് നല്ലത്. ഇത് കൂടെ ഭയങ്കര മണമല്ലേ, നല്ല സ്മെല്ലുള്ളതുകൊണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഫ്ലവർ ചെയ്യുകയും ചെയ്യും. ഇടയ്ക്ക് മഴയൊക്കെ പെയ്യണ സമയത്തും അങ്ങനെയൊക്കെ ഇടയ്ക്ക് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തിൽ മുട്ട് വന്ന് നിൽക്കുന്നത് പോലും നമ്മൾ കാണില്ല. ഫ്ലവർ ആകുമ്പോഴാണ് ഇതിൽ അതിൻ്റെ സ്മെല്ലടിച്ചിട്ടാണ് ഇത് ഫ്ലവറായെന്ന് തന്നെ അറിയണത്. ഭയങ്കര ഏറ്റവും നല്ല ഓർക്കിഡാണ് ഇത്. തെങ്ങിലോ എന്തെങ്കിലും മരത്തിൽ വെച്ച് കിട്ടിയാൽ റൗണ്ട് ചെയ്ത് മരം ഫുള്ളും റൗണ്ട് ചെയ്ത് ഈ പ്ലാന്റ് പിടിക്കും. നിറയെ പൂത്ത് കിടക്കും. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. കൂട്ടുകാർക്ക് വീഡിയോ കണ്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.